ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. യേശു അവളോട് സ്ത്രീയെ എന്ന് പറഞ്ഞു. യേശു അവളോട് സ്ത്രീയെ എന്ന് പറഞ്ഞു. യേശുമ്പുരാൻ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുകയാണ്. പലപ്പോഴും ഈ ഒരു വചനഭാഗം എടുത്തുകൊണ്ട് യേശുമ്പുരാന് മാതാവിനുള്ള മനോഭാവം ബഹുമാനമില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ ആദരവില്ലാത്തതായിരുന്നു എന്ന് കാണിക്കുവാനും, മാതാവും യേശുമ്പുരാനും ഇടയിലുള്ള ബന്ധം ഉയർത്തി കാണിക്കുവാനും, അല്ലെങ്കിൽ യേശുമ്പുരാൻ മാതാവിനോട് അനാദരവ് കാട്ടിയെന്ന് കാണിക്കുവാനും, മാതാവിനെ ഉയർത്തിക്കാട്ടുവാനും അപമാനിക്കുവാനും പരിഹസിക്കാനും ഒക്കെയായിട്ട് എടുത്തുപയോഗിക്കുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു വചനഭാഗമാണ് സ്ത്രീയെ എന്ന സംബോധന. സത്യത്തിൽ യേശുമ്പുരാൻ അവിടെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, യേശുമ്പുരാൻ 2 പ്രാവശ്യമാണ് ഈ മാതാവിനെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത്. ഒന്ന്, ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആ കല്യാണ വിരുന്ന് വേളയിലും, 2 യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കുരിശിൻ ചുവട്ടിലുമാണ് യേശുമ്പുരാൻ തൻ്റെ മാതാവിനെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത്. ഈ 2 സംഭവങ്ങളും കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ആ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യേശുമ്പുരാൻ അവിടെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ സ്ത്രീ എന്ന സംബോധനയ്ക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു അർത്ഥതലമുണ്ട്. അതുപോലെ വേദശാസ്ത്രമായ ഒരു വീക്ഷണമുണ്ട്, ദൈവശാസ്ത്രമായ ഒരു വീക്ഷണമുണ്ട്. നമുക്കറിയാം, ആദിമ മാതാവായ ഹൗവ പാപം ചെയ്തു. ആ പാപം മനുഷ്യനിലേക്ക് കിടക്കുകയാണ്, ആദാമിലേക്ക് കിടക്കുകയാണ്. ആ ആദാമെന്ന് പറയുന്ന മുഴുവൻ മനുഷ്യകുലത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഹൗവ പാപം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു. ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ വിരുന്നുശാലയുടെ അനുഭവം നഷ്ടപ്പെട്ടിട്ട് അവർ ഏദൻ തോട്ടത്തിന് പുറത്തായി. ഈ ഹൗവ പാപം ചെയ്യുവാൻ കാരണം ഒരു പാമ്പാണ്, ഒരു സർപ്പമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്: ദൈവം പാമ്പിനോട് പറയുകയാണ്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത വരുത്തും എന്ന് പറയുമ്പോൾ അവിടെ ഹൗവയെ സ്ത്രീയെ എന്ന സംബോധന ചെയ്യുന്നത് ദൈവം തമ്പുരാൻ. എന്നിട്ട് പറയുകയാണ്, ഈ സ്ത്രീയുടെ സന്തതി നിന്റെ തല തീർക്കും. സർപ്പത്തിനോട് പറയുകയാണ്, ഈ സ്ത്രീയുടെ സന്തതി നിന്റെ തല തീർക്കും. അപ്പോൾ ഇവിടെ ഇതാ വിരുന്നുശാലയുടെ അനുമതി, കാനാവിലെ കല്യാണ വിരുന്നിൽ ഇവിടെ ഇതാ യേശുമ്പുരാൻ മാതാവിനെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുകയാണ്. ആ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത് 2-ാം ഹൗവയാണ്. 2-ാം ഹൗവയാണ്. 1-ാം ഹൗവയുടെ ആ പാപം മൂലം മനുഷ്യകുലം മൊത്തം പാപത്തിലേക്ക് കടന്നെങ്കിൽ, ഇവിടെ ഇതാ ഈ 2-ാം ഹൗവയാകുന്ന ആ സ്ത്രീയുടെ ഇടപെടൽ മൂലം മനുഷ്യകുലം മൊത്തം ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ 2-ാം ഹൗവയാകുന്ന ആ സ്ത്രീയുടെ സന്തതിയാണ് ആ സർപ്പത്തിൻ്റെ തല തീർക്കാൻ പോകുന്ന യേശുമ്പുരാൻ. ആ 2-ാം സ്ത്രീയുടെ സന്തതിയാണ് ആ യേശുമ്പുരാൻ. ആ സ്ത്രീയുടെ സന്തതിയായ യേശുമ്പുരാൻ ഇതാ പാപമാകുന്ന സർപ്പത്തിൻ്റെ, അല്ലെങ്കിൽ തിന്മയാകുന്ന സർപ്പത്തിൻ്റെ തല തീർക്കുകയാണ്. ഇവിടെ ഇതാ വിരുന്നുശാലയ്ക്ക് വെളിയിലായിരിക്കുന്ന അല്ലെങ്കിൽ കല്യാണ വിരുന്നിന്, അല്ലെങ്കിൽ സുഖരാജ്യത്തിന് പാപം ചെയ്ത് ഇമ്പമുള്ള പ്രതീക്ഷയുടെ വെളിയിലായിരിക്കുന്ന മനുഷ്യകുലം, അത് കൽപ്പാത്രങ്ങളാണ്. ആ കൽപ്പാത്രങ്ങൾ എന്ന് പറയുന്ന പാപം ചെയ്ത മനുഷ്യൻ്റെ പ്രതീകങ്ങളാണ്. ആ പാപം ചെയ്ത മനുഷ്യൻ്റെ പ്രതീകങ്ങളെ, കൽപ്പാത്രങ്ങളെ ഇതാ അതിൻ്റെ അകത്തുള്ള പച്ചവെള്ളത്തെ രൂപാന്തരമാക്കുമ്പോൾ അവർ പാപം മോചിക്കപ്പെട്ട് യേശുമ്പുരാനാൽ പാപം മോചിക്കപ്പെടുകയാണ്. അതായത് അവരുടെ ഉള്ളിലുള്ള തിന്മകളെ, ആ തിന്മയാകുന്ന സർപ്പത്തെ, അല്ലെങ്കിൽ പാപമാകുന്ന സർപ്പത്തെ ഇത് ആ സ്ത്രീയുടെ സന്തതിയാകുന്ന ആ യേശുമ്പുരാൻ, ആ സ്ത്രീയുടെ സന്തതി ആ പാപത്തിൻ്റെ തല തീർത്ത് അവരെ രൂപാന്തരം പ്രാപിപ്പിച്ചിട്ട് പാപമോചനം കൊടുത്തിട്ട് ഇതാ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കിടക്കുകയാണ്. ഇത് സ്വർഗരാജ്യത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ്. ഇതാണ് രക്ഷാകരമായ പദ്ധതിയുടെ സംഭവം എന്ന് പറഞ്ഞത്. അതായത് ഇതാ ഇവിടെ ആ രക്ഷാകര പദ്ധതിക്ക്, അല്ലെങ്കിൽ ആ പാപം ചെയ്ത മനുഷ്യൻ രക്ഷയിലേക്ക് കിടക്കുവാൻ കാരണമാകുന്നത് ഈ 2-ാം സ്ത്രീയുടെ, ആ 2-ാം ഹൗവയാകുന്ന ഈ സ്ത്രീയുടെ ഇടപെടൽ മൂലമാണ്. അതുകൊണ്ടാണ് അവിടെ 2-ാം ആ ഹൗവയെ, അല്ലെങ്കിൽ മാതാവിനെ, ആ മറിയത്തെ അവിടെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത്. അതിന് വിശാലമായ ഒരർത്ഥമുണ്ട്. വീണ്ടും നമുക്ക് കാണാൻ പറ്റും, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മാതാവിനോട് യേശുമ്പുരാൻ പറയുകയാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാൻ
ശ്ലീഹായെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, യോഹന്നാൻ ശ്ലീഹായെ തൻ്റെ അമ്മയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. എന്നിട്ട് ആ ശ്ലീഹായോട് പറയാണ്, യോഹന്നാൻ ശ്ലീഹായോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുകയാണ്. ഇവിടെയും ഒരു സ്ത്രീയെ എന്ന സംബോധന ചെയ്യുന്നത്. കാരണം ആ സ്ത്രീ എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ്. ആ അമ്മയെന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ്. ആ സഭയുടെ പ്രതീകമാകുന്ന ആ സ്ത്രീയിലൂടെ ആ സഭയെ ഇതാ ഈ തൻ്റെ ശിഷ്യനെ സഭയുടെ പ്രതിനിധിയായ യോഹന്നാൻ ശ്ലീഹായെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവിടെ പറയാതെ പറയുകയാണ്, ഈ അമ്മയുടെ ഉദരത്തിലൂടെയാണ് നീ വീണ്ടും രക്ഷ പ്രാപിക്കേണ്ടത്. അതായത് പരിശുദ്ധമായ മാമോദീസായിലൂടെ നമ്മൾ സഭയാകുന്ന അമ്മയുടെ ഉദരത്തിലേക്ക് വീണ്ടും കടന്ന് വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവം, അതായത് രൂപാന്തരപ്പെടുന്ന പുനർജന്മം, വീണ്ടും ജന്മത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത് ഈ സഭയാകുന്ന അമ്മയുടെ, അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ മാതാവ് എന്ന് പറഞ്ഞ സഭയുടെ പ്രതീകമാണ്. ആ സഭയാകുന്ന ആ അമ്മയുടെ ഉദരത്തിലൂടെ നമ്മൾ മാമോദീസായുടെ വീണ്ടും ജനിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമാകുക. അവിടെയും രക്ഷാകര പദ്ധതിയുടെ അനുഭവമാണ്. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ അവിടെ ഇതാ ഈ മാതാവ്, സഭയുടെ പ്രതീകമെന്ന മാതാവ് ഇതാ മുഖാന്തരമാകുകയാണ്. അതുകൊണ്ടാണ് അവിടെയും സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത്. ഈ രണ്ട് സംഭവങ്ങളിലും സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത് മാതാവിനോട് യേശുമ്പുരാൻ കാണിക്കുന്ന ഒരു അനാദരവോ ഒരു ബഹുമാനമില്ലായ്മയോ അല്ല, മറിച്ച് അവിടെ ശ്രേഷ്ഠമായ വളരെ വിശാലമായ വേദശാസ്ത്രമായ ഒരു വീക്ഷണമുണ്ട്. വീണ്ടും നമ്മൾ കാണും, വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഇതാ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഇപ്പോഴും ദ്രോഹിക്കുന്ന ഒരു സർപ്പത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ സർപ്പം ഇതാ ഈ സൂര്യനെ ഉടയാടയാക്കിയുന്ന ആ സ്ത്രീയുടെ സന്തതിയെ ഇങ്ങനെ കൊല്ലുവാനായിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ആ സ്ത്രീയെ ഉപദ്രവിക്കുന്ന ആ സർപ്പമായിരിക്കാം ഇന്ന് ഈ മാതാവിനെ തിരസ്കരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മാതാവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമൂഹം ആ സർപ്പത്തിൻ്റെ പ്രതീകമായിരിക്കാം. ഒരുപക്ഷെങ്കിൽ ഇങ്ങനെ ആ ഉടയാടെ അടിച്ച സ്ത്രീ എന്ന് അവിടെ സ്ത്രീ എന്ന് സംബോധന ചെയ്യുന്നതും എല്ലാം ഈ മറിയത്തെയാണ്. അപ്പം ഇവിടെ എല്ലാം ഈ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നതിലൂടെ യേശുമ്പുരാൻ മാതാവിനെ അനാദരവ് കാട്ടുകയല്ല, മറിച്ച് വളരെ വിശാലമായ അർത്ഥത്തിൽ, കാരണം മറിയ എന്ന പേരിൽ അല്ലെങ്കിൽ അവിടെ മാത്രം പരിമിതിയിൽ ഒതുങ്ങുന്നതല്ല ആ മാതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത്. അത് ഒന്നതാണ്. രണ്ടാമത് നമുക്കറിയാം, ഒരു സമൂഹത്തിലെയോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെയോ ഭാഗമായ ഭാഷകൾ അല്ലെങ്കിൽ ഭാഷാ ശൈലികളോ അല്ലെങ്കിൽ സംസാര ശൈലികളൊക്കെ നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ അതേപടി എടുത്ത് വ്യാഖ്യാനിച്ചാൽ അത് അനാദരവായിട്ട് തോന്നും, അല്ലെങ്കിൽ അതിന് അർത്ഥ വ്യത്യാസം വരും. നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മളിൽ നിന്ന് പ്രായമുള്ളവരെ പോലും തൂ എന്നാണ് വിളിക്കുന്നത്. തുമ്മ അല്ലെങ്കിൽ തൂന്നൊക്കെ വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് ഒക്കെ പോകുമ്പോൾ അവിടെ തുഷീദ് രാജാവ്, ഹരിയാനയിലൊക്കെയും തൂ എന്നാണ് പറയുന്നത്. മഹാരാഷ്ട്രയിലൊക്കെ വടക്കേന്ത്യയിലൊക്കെ മിക്ക ഭാഗങ്ങളിലും തൂ എന്ന് പറഞ്ഞാണ് അപ്പനെയും അമ്മയൊക്കെ വിളിക്കാറുള്ളത്. അത് അനാദരവ് കൊണ്ടല്ല, ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ്, വാത്സല്യത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ ആ തൂ എന്ന് പറഞ്ഞാൽ അപ്പനോട് പറയുക തൂ ഇതറാവോ, അതേ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ നീ ഇവിടെ വരാനാണ്, അത് അനാദരവാണ്. അപ്പോൾ അത് അവരുടെ ആ സംസാരത്തിൻ്റെ അതേ വ്യാഖ്യാനം നമ്മുടെ അടുത്ത് അതേ അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ അത് അനാദരവായിട്ട് തോന്നും. നമുക്കറിയാം, ഈ വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് മധ്യപ്രദേശിലെ ചില ഇടങ്ങളിലൊക്കെ അവിടെ വല്യമ്മച്ചിമാരെ, അമ്മൂമ്മമാരെ വിളിക്കുന്നത് വായി എന്നാണ്. ഭായി എന്നല്ല, വായി. വായി എന്ന് പറഞ്ഞാൽ വല്യമ്മച്ചി എന്നാണ് അർത്ഥം. അല്പം തന്നെ വേലക്കാരി എന്ന അർത്ഥം കൂടെയുണ്ട്. വേലക്കാരി, സ്ത്രീ എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരുപക്ഷെങ്കിൽ നമ്മൾ ഇന്ന് ആ വല്യമ്മച്ചിയെ വായി എന്ന് വിളിക്കുകയും അതേ അർത്ഥം എടുക്കുകയാണ്, വേലക്കാരി ഇവിടെ വരുക, വേലക്കാരി എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അതായത് അതേ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ആ വല്യമ്മച്ചി, വായി എന്ന് പറഞ്ഞ അർത്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ പെട്ടെന്ന് വായി എന്ന് പറഞ്ഞാൽ വേലക്കാരി എന്നാണ്. വല്യമ്മച്ചിയെ വേലക്കാരി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ, അത് അനാദരവാണ്. അപ്പം അതേ ഒരു സംസ്കാരത്തിൻ്റെതോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഷ അല്ലെങ്കിൽ ശൈലി അല്ലെങ്കിൽ ഒരു സംസ്കാര ശൈലി അത് നമ്മൾ മലയാളത്തിലേക്ക് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് ഓർക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, പിരമിഡുകളിൽ സൂക്ഷിക്കുന്ന ആ ശവശരീരങ്ങളെ മമ്മി എന്നാണ് വിളിക്കുന്നത്. ഈജിപ്തിലെ പിരമിഡുകളിൽ സൂക്ഷിക്കുന്ന, എത്രയോ വർഷങ്ങൾ കൊണ്ട് സൂക്ഷിക്കുന്ന ശവശരീരങ്ങളുണ്ട്, അതിനെ മമ്മി എന്നാണ് പറയുന്നത്. മമ്മി. നമ്മൾ മലയാളത്തിലൊക്കെ ഈ അമ്മയെ നമ്മൾ മമ്മി എന്ന് വിളിക്കും. ഒരുപക്ഷെ അതേ അർത്ഥം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ മമ്മി എന്ന് പറയുമ്പോൾ ആ പിരമിഡിൻ്റെ ഉള്ളിലിരിക്കുന്ന ശവശരീരത്തെയാണ് മമ്മി എന്ന് വിളിക്കുന്നതെങ്കിൽ ഇവിടെ ശവമേ എന്നാണോ അർത്ഥമാക്കുന്നത്? അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു സമൂഹത്തിലോ ഒരു സംസ്കാരത്തിലോ
ഉപയോഗിക്കുന്ന ഭാഷാശൈലിയോ അതിന് അതേ വ്യാഖ്യാനം കൊടുത്ത് നമ്മൾ അർത്ഥമാക്കിയാൽ ഇതുപോലെയുള്ള അപാകതകൾ വരും, തെറ്റായി വ്യാഖ്യാനിക്കും. അതുകൊണ്ട് യേശു തമ്പുരാൻ ഒരിക്കലും അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നതിലൂടെ അത് തെറ്റായ അല്ലെങ്കിൽ അനാദരവ് കാട്ടുക അല്ലെങ്കിൽ ബഹുമാനമില്ലായ്മയല്ല, വളരെ ശ്രേഷ്ഠമായ അനുഭവമാണ്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, സാധാരണ ജീവിതത്തിൽ യേശു തമ്പുരാൻ മാതാവിനെ അമ്മയെന്ന് തന്നെ വിളിച്ചിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ പെസഹ പെരുന്നാളിന് മുമ്പോൾ യെരൂശലേം ദേവാലയത്തിൽ കാണാതാവുന്നുണ്ട്. അങ്ങനെ കാണാതായി കഴിഞ്ഞ് യേശു തമ്പുരാനും ഈ മാതാവും യോസേപ്പ് പിതാവും കൊണ്ട് വിഷമിച്ച് വീണ്ടും 3 ദിവസം കിടന്ന് ഇങ്ങനെ കർത്താവിനെ തിരയുകയാണ്. യേശു തമ്പുരാനെ തിരഞ്ഞ് ഏറ്റവും ഒടുവിൽ അവർ യെരൂശലേം ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. കണ്ടുമുട്ടുമ്പോൾ ഈ മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മകനെ, ഞങ്ങളോട് എന്താ ഇങ്ങനെ ചെയ്തത്? ഞങ്ങൾ എന്തുമാത്രം, നിന്റെ അപ്പനും ഞാനും എന്തുമാത്രം വിഷമിച്ചു എന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ അവർക്ക് ദേവാലയത്തിന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് യേശു തമ്പുരാൻ ചോദിക്കുന്ന മറുപടിയുണ്ട്, എന്നെ തെരഞ്ഞത് എന്തിന്? എന്നെ തെരഞ്ഞത് എന്തിനാന്നാണ്. അവിടെ സ്ത്രീയെ എന്നെ തെരഞ്ഞത് എന്തിനാന്നല്ല ചോദിക്കുന്നത്, എന്നെ തെരഞ്ഞത് എന്തിനാന്ന്. അതായത് കാഷ്വൽ ലൈഫിൽ, നോർമൽ ലൈഫിൽ യേശു തമ്പുരാൻ മാതാവിനെ അമ്മയെന്ന് തന്നെ വിളിച്ചിട്ടുള്ളൂ. നമ്മളൊക്കെ വിളിക്കുന്ന പോലെ അമ്മയെന്ന് തന്നെ, അല്ലെങ്കിൽ യോസേപ്പ് പിതാവിനെ അപ്പാന്ന് തന്നെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും യേശു തമ്പുരാൻ മാതാവിനെ അവിടെ അനാദരവ് കാട്ടിയോ ബഹുമാനമില്ലായ്മയോ കാട്ടിയിട്ടില്ല. കാരണം ഈ സ്ത്രീയെ എന്ന് പറയുന്ന ആ സംബോധനയ്ക്ക് വളരെ വിശാലമായ അർത്ഥമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. നമുക്കറിയാം, നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നാണ് പറയുന്നത്, നീ എന്ന സംബോധനയെന്ന്. കാരണം ആ ദൈവത്തെ, ഒരു അപരിമിതനായ ദൈവം, പരിമിതിയില്ലാത്ത ദൈവത്തെ ഒരു വാക്കിലോ ഒരു സംജ്ഞയിലോ മാത്രം ഒതുക്കാൻ പറ്റുന്നതല്ല. ആ അപരിമിതനായ ദൈവത്തെ വളരെ വിശാലമായ അർത്ഥത്തിലാണ് നീ എന്ന, വളരെ ബഹുമാനം, ഇൻഫിനിറ്റിയാണ് ആ വാക്ക് നീ. അതിന് അവസാനമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഇതാ മാതാവ്, അതായത് ദൈവമാതാവാണ്. നമ്മൾ സാധാരണ നമുക്ക് നോക്കുമ്പം മറിയ ഒരു വ്യക്തിയാണ്, സാധാരണ ഒരു മനുഷ്യനാണ്, മനുഷ്യ ജീവിതമാണ്. എന്നാൽ നമ്മൾ നോക്കേണ്ടത് ദൈവപുത്രന്റെ മാതാവാണ്, ആ ദൈവമാതാവാണ്. ആ ദൈവമാതാവിനെ നമ്മൾ ഒരു മറിയ എന്ന് പറഞ്ഞ പേരിലോ ഒരു സംജ്ഞയിലോ അമ്മയെന്ന് പറഞ്ഞ ചെയ്തിലോ മാത്രം ഒതുക്കാൻ പറ്റുന്നതല്ല. അത് ദൈവത്തെ നീ എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവമാതാവിനെ ആ സ്ത്രീയെ എന്ന് പറയണം. അതായത് ആ സ്ത്രീയെ എന്ന വാക്കിന് വളരെ ശ്രേഷ്ഠമായ, വളരെ വിശാലമായ കാഴ്ചപ്പാടാണ്, വളരെ ശ്രേഷ്ഠമായ അർത്ഥമാണ്. അപ്പം അതിന് ഒരുപാട്, അതും ഇൻഫിനിറ്റിയാണ്, അതൊരിക്കലും അതിൻ്റെ അവസാനമില്ല. അതുപോലെ അനന്തമായ അർത്ഥങ്ങളാണ്. അപ്പോൾ അതിലാണ് അപരിമിതമായ പരിമിതികളില്ലാത്ത ദൈവത്തെ നീ എന്ന് വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ അപരിമിതനായ ദൈവത്തെ നീ എന്ന് സംബോധന ചെയ്യുന്ന പോലെ, അവിടെ ആ ദൈവത്തെ ഒരു പരിമിതിയിൽ ഒതുക്കാവുന്നതല്ല. അതുപോലെ തന്നെ ദൈവമാതാവിനെ പരിമിതികളിൽ നമ്മൾ ഒക്കുന്നതല്ല, അപരിമിതയായ ആ മാതാവിനെ, ആ ദൈവമാതാവിനെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരിക്കലും യേശു തമ്പുരാൻ മാതാവിനെ അവിടെ അനാദരവ് കാട്ടിയിട്ടില്ല, ബഹുമാനമില്ലായ്മ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും കർത്താവ് മാതാവിനെ ആദരിച്ചിട്ടുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ 15 നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ മാതാവിൻ്റെ മധ്യസ്ഥം കോട്ടയായിരിക്കണം. മാതാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുറവുകൾ നമ്മളോട് പോലും പറയാതെ അത് കർത്താവിനോട് പറയും, ആ കുറവുകളെ നിറവുകളാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ വിരുന്നുശാലയിൽ ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ വീട്ടുകാരോ അല്ലെങ്കിൽ വിളമ്പുന്നവരോ കലവറക്കാരോ ആരും അറിഞ്ഞില്ല. പക്ഷേ മാതാവ് പറഞ്ഞു, ആ കുറവ് അവിടെ തൻ്റെ പുത്രനോട് പറഞ്ഞ് പരിഹരിക്കുകയാണ്. കുറവുകളെ നിറവുകളാക്കുന്ന നമ്മുടെ ആ മാതാവിൻ്റെ മധ്യസ്ഥം കോട്ടയായിരിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.